ഡോക്ടർ, സിഹിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സോറി റാം, സോറി പറഞ്ഞതിന്റെ കാരണം മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ മകള് ഇനിയില്ല. No, this can't be true. രാമ, എടാ എന്തു പറ്റി? എടാ എഴുന്നേൽക്ക്, എടാ എഴുന്നേൽക്ക്. അച്ഛാ, ഞാൻ ഇല്ലാന്നൊക്കെ പറയുന്നത് എന്താ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ അങ്കിൾ, അച്ഛനോടൊന്ന് പറ, ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന്. പറ അങ്കിൾ. എന്താടാ ഇങ്ങനെ ആയത്? സിഹി, അവള് നമ്മളേക്ക് വിട്ടു പോയെന്നോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല രാമ, ഇത് സത്യമാവില്ല. സിഹിക്കൊന്നും സംഭവിക്കില്ല. റാം, റാം എഴുന്നേക്കടാ. എടാ 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 എന്താ ഇങ്ങനെ? എടാ നീ ഇങ്ങനെ തളരല്ലേ? എഴുന്നേക്കടാ, വാ എഴുന്നേക്ക്. എണീക്കടാ, എണീക്ക്, വാ. അച്ഛാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അച്ഛാ. ഡോക്ടർ അങ്കിൾ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അച്ഛനോട് പറ. അച്ഛാ, അച്ഛാ, ഞാൻ എവിടേക്കും പോയില്ല അച്ഛാ. വാ രാമ, നമ്മുടെ സിഹിയാടാ. എടാ സിഹി ഇനി നമ്മുടെ കൂടെ ഇല്ല എന്ന സത്യം നീ അംഗീകരിക്കണം. എടാ നിനക്ക് അവസാനമായിട്ടൊന്ന് സിഹിയെ കാണണ്ടേടാ. എടാ എടാ, നീ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കാൻ പാടില്ല. ഒന്ന് കരഞ്ഞൂടെ നിനക്കൊന്ന് കരഞ്ഞൂടെ രാമ? എടാ എടാ നീ ഒന്ന് കരഞ്ഞാലേ നിന്റെ മനസ്സിന് സമാധാനം കിട്ടും. കരയടാ. ഞാൻ കരയുന്ന എന്തിനാ? അവക്കൊരു കുഴപ്പമില്ല. എന്റെ സിഹിബെ പ്രാങ്ക് ചെയ്യാ, അവൾ അഭിനയിക്കുക. അച്ഛാ, ഞാൻ നിങ്ങളെ ഒന്നും കളിപ്പിക്കുന്നൊന്നും അല്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഒന്ന് നോക്കച്ചാ. നീ ഒന്ന് മാറ്, ഞാൻ നോക്കട്ടെ. ശ്രീകുട്ട, നോക്കാൻ നിന്റെ അച്ഛൻ വന്നടാ. സീതമ്മ ബോധമില്ലാതെ കിടക്ക. നീയും ഇങ്ങനെ കിടക്കലേ പോലെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ബേബി ഹൈഫൈതാ അശോക എപ്പോഴും എനിക്ക് ഹൈഫൈ തന്നോണ്ടിരുന്നവളാ. രാമ നീ ഒന്ന് സമാധാനപ്പെടുക. രാമ നീ ഒന്ന് സമാധാനപ്പെടടാ. എന്ത് കഷ്ടമാണ് ദൈവമേ. അച്ഛനെ ഇങ്ങനെ കളിപ്പിക്കല്ലേ ബേബി.
ബേബി നമുക്കിത് ഷുഗർലെസ് കേക്ക് കഴിക്കണ്ടേ പോലെ. ഞാൻ മരിച്ചെന്ന് കരുതിയാണ് അച്ഛൻ കരയുന്നത്. അയ്യോ, ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഞാൻ എങ്ങനെ പക്ഷെ പറഞ്ഞു കൊടുക്കുക? അച്ഛാ, എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നെ ഒന്ന് നോക്ക്. എന്തിനാ പോലെ എന്നെ വിട്ടുപോയത്? നീയില്ല, അതാ ഞാൻ സീതമേ എങ്ങനെ എങ്ങനെ ജീവിക്കും പോലെ? നീ കൂടെ ഇല്ലാതെ എങ്ങനെയാണ്? സീതമ്മ അപ്പുറത്ത് പോയി അടപ്പുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരും. സിഹിമോളെ എവിടെയാണെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയട്ടെ? ബേബി ഒരൊറ്റ തവണ അച്ഛ എന്ന് വിളിക്കുമോളെ. എടാ ഞാൻ നിന്നോട് എത്ര സമാധാനപ്പെടാൻ പറഞ്ഞാലും നിനക്കൊരിക്കലും സമാധാനപ്പെടാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാടാ. ബട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നേ പറ്റൂ. എടാ ഞാനെങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട്? എന്റെ ഫോണിന് ഒരിക്കലും തിരിച്ചു വരില്ല. എന്നെ വിട്ട് പോയടാ അവളെ. ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് ധൈര്യമായിട്ട് ഇരിക്കുന്നത് അശോക? എന്റെ മകള് പോയടാ സീക്കുട്ടാ. അയ്യോ, എടാ നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞ സീത എങ്ങനെയാ നീ മാനേജ് ചെയ്യാ? സിഹി ഇനി ഇല്ലാന്ന സത്യം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിഹിയെ പെറ്റ അമ്മയാ സീത. അവളുടെ അവസ്ഥ എന്താടാ? അവൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുക? സിഹി ശ്യാമിന്റെയും ശാലിനിയുടെയും വീട്ടില് കുറച്ച് ദിവസം മാത്രം നിന്നതിന് സീത ചത്തി ജീവിച്ചവളാ. ഇനി ആ സിഹി ഒരിക്കലും ഇല്ല എന്നുള്ള സത്യം അവള് കേൾക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കടാ. എന്താ അവർക്കൊക്കെ പറ്റിയത്? ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നത് എന്തിനാ? ഒന്നിങ്ങ് നോക്കച്ചാ. എന്തിനാ അച്ഛനും ആഘോഷങ്ങളും എന്നെ നോക്കി ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ. ഡോക്ടർ, സീതയ്ക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു, ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. അവക്കൊരു കുഴപ്പമില്ല. ഡെഡ് ബോഡിയുടെ പ്രൊസീഡിങ്സിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിരുന്നോ? എന്റെ മകളാ അവള്. ഡെഡ് ബോഡി എന്ന് പറയരുത്. എന്റെ മോളാ. Correct അച്ഛാ. ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഡോക്ടർ അങ്കിളിനോട് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എടാ ഒന്ന് സമാധാനപ്പെട്. സോറി ഡോക്ടർ, എനിക്ക് സീതയൊന്ന് കാണണം. ഇപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞത്. വാർഡിലേക്ക് ഇതുവരെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കാണാൻ കഴിയില്ല. പ്ലീസ് കോപ്പറേറ്റ്. ഡോക്ടർ ദയ കാണിക്കണം. എന്റെ മകൾ ഇവിടെ ഇങ്ങനെ കിടക്കുക. സീത ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല ഡോക്ടർ. ദയവ് ചെയ്ത് എന്നെ സീതയൊന്ന് കാണാൻ അനുവദിക്കണം. എനിക്ക് കാണണമെന്ന് ശരി കാണാൻ സമാധാനപ്പെട്. സർ പ്ലീസ് സീതയെ കാണാൻ ഒരു അവസരം തരണം സർ, പ്ലീസ്. അയ്യോ,
എന്തായി? മാഡം, നിങ്ങൾ ഏൽപ്പിച്ച ജോലി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഡോണ്ട് വറി, ജീവിച്ചിരിക്കാൻ ഒരു ചാൻസും ഇല്ല. യെസ്. നിന്നോട് പറഞ്ഞ പണം നിനക്ക് കിട്ടിയിരിക്കും. ബൈ ദ വേ, അങ്ങനെ ആദ്യമായിട്ട് നിന്റെ പേരിനോട് നീ ഒരു കൂറ് കാണിച്ചു. രുദ്രപ്രതാപ്, കൺഗ്രാറ്റുലേഷൻസ്. സീത, സീത, നമ്മുടെ സീമോള് നമ്മളെ വിട്ട് പോയി. അയ്യോ, എന്റെ നിന്നെ വിട്ട് അശോകൻ ഈ സമയത്ത് ധൈര്യം കാണിക്കണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാ സീത, എങ്ങനെ എനിക്ക് സീത, നമ്മുടെ സീമോള് നമ്മളെ വിട്ട് പോയി. എന്റെ നിന്നെ വിട്ട് നമ്മളെ എല്ലാം വിട്ട് ശാശ്വതമായ ലോകത്തേക്കാളും എഴുന്നേറ്റ് നോക്ക സീത, ഒന്ന് കണ്ണു തുറന്ന് നോക്ക സീത. ഇല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇവിടെ കാണാൻ കഴിയില്ല സീത. നമ്മളെ പോളാ സീത, നീ വളർത്തി വലുതാക്കി ഒരുപോലെ നോക്കിയ പോളാ സീത. കാട്ട് തുറക്ക സീത, ഒന്നെഴുതേക്ക് സീമോളെ. നോക്കിയേ, സീതമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഒന്ന് നോക്ക് മോളെ. ദൈവമേ, സീമോളെ, നിന്റെ സീതമയല്ലേ? അച്ഛാ, എന്താ ഇവിടെ നടക്കുന്നേ? നിങ്ങൾ എന്താ എന്നെ കാണാത്തെ? ഞാൻ പറയുന്ന എന്താ നിങ്ങൾ ആരും കേൾക്കാത്തെ? നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല അച്ഛാ. സീതമ്മ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ. സിസ്റ്റർ, അവരോട് വരാൻ പറയൂ. പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ശരി. എടാ, നമ്മളിവിടെ നിന്ന് സീതയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഓൾറെഡി സിഹിയെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി സീതയുടെ ജീവനാകണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കൂട്ട് വരേണ്ടത് നീ പറയുന്ന അശോക. വാരാമ്മ, പോകാം പ്ലീസ്. അമ്മ നോക്ക് സീ, അമ്മ നോക്ക്. സംസാരിക്കുന്നില്ലല്ലോടാ. വാരാമ്മ പ്ലീസ്. സീത, എടാ, ഇനി ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ നോക്കണ്ടേ രാമ? ചടങ്ങുകൾ എന്ന് പറഞ്ഞ അത് സീതയ്ക്ക് ബോധം വന്ന സിഹിയെ കുറിച്ച് ചോദിക്കും. സിഹിയെ ഈ അവസ്ഥയിൽ കണ്ട അവൾക്ക് സഹിക്കില്ല. സിഹി ഇനി ഇല്ല എന്ന് കേട്ടാൽ അവൾ സഹിക്കില്ല. സിഹിയെ കാണാനുള്ള ശക്തി അവൾക്കില്ല. അതുകൊണ്ട് അവളുടെ കണ്ണില് സിഹി ജീവനോടെ ഇരിക്കട്ടെ. ബാക്കി ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ നമുക്ക് വേണം ചെയ്യാൻ. എടാ, അതിനുള്ളില് സീത എഴുന്നേറ്റ. എടാ, സീതയ്ക്ക് എപ്പോഴാ ബോധം വരിക
എന്നറിയില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. അത്രയും നേരം സിഹി ഇങ്ങനെ വച്ചിരിക്കാൻ പറ്റുമോ? നമ്മളിത് ചെയ്തല്ലേ പറ്റൂ. എടാ, ഞാൻ വിശ്വചെറീശനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അറിയിക്കാനുള്ളവർ അറിയിച്ചു. ബട്ട് സൂര്യയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റിയില്ല. നീ നടക്കടാ, നടക്ക്. അച്ഛൻ ഇത് എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞ എന്താ വിശ്വ, നീ എന്തിനെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെ? ഭാർഗവ്, 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 ആക്സിഡന്റ്. സിഹിക്ക് ആക്സിഡന്റ്. സിഹി, സിഹി, ഭാർഗവ്. എന്താ സിഹിക്ക് ആക്സിഡന്റോ? ഭാർഗവ്, പിന്നെ സീത, സീതയ്ക്കും എന്തോ സീരിയസ് ആണെന്ന് പറയുന്നു. അവളും അൺകോൺഷ്യസ് ആണ്. അവൾക്കും ബോധം വന്നിട്ടില്ല ഭാർഗവ്. സീത അൺകോൺഷ്യസോ? എന്തേ പറയുന്ന വിശ്വ? വിശ്വ, ബോധമില്ലാതെ വെറുതെ ഓരോന്ന് പറയല്ലേ. ഇല്ല ഭാർഗവ്, സത്യമായി പറയുന്നത്. സീനി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. സീത, ഭാർഗവ്, എന്റെ അടുത്ത് അമ്മയും മോളും കൂടി കളിക്കാൻ വന്നതല്ലേ. സീമോളെ, നീ മേലോട്ട് ചെല്ല്. നിന്റെ അമ്മ നിന്റെ പിന്നാലെ വന്നോളൂ. എടാ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എനിക്ക് അവളെ ഇങ്ങനെ കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല അസുഖ. ഏട്ടാ, ഇന്ന് നമ്മൾ സീതയുടെ വീട്ടിലേക്ക് ചെന്നാ അവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സീയുടെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ. അപ്പൊ അവരുടെ സന്തോഷം കാണുമ്പോ നമുക്കും സന്തോഷാവുമല്ലേ? നമ്മൾ രണ്ടുപേരും വീട്ടിലെത്തിയ നമ്മുടെ സീമോക്ക് എന്ത് സന്തോഷായിരിക്കും അല്ലേ? പിന്നെ സീതയ്ക്കും വലിയ സന്തോഷായിരിക്കും. അതെ ഏട്ടാ, ഇന്ന് സീതയുടെ ജന്മദിനല്ലേ. അവളെ ഒന്ന് ആശംസിക്കാന്ന് വിചാരിച്ച് ഫോൺ ചെയ്തതാ. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നേ. ആ
ഹലോ, ആരാ? ഹലോ മുത്തശ്ശി, ഞാൻ അശോക്. ഓ, അശോകാണോ? എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? എന്താ വിളിച്ചത്? ഒന്നുമില്ല, ഞാൻ വണ്ടി പറഞ്ഞേക്കാം, നിങ്ങൾ അതിൽ കയറി വരണേ. എങ്ങോട്ടാ? അത് സിഹി. ഓ, ഞങ്ങളുടെ സിഹിമോള് ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണ്ടോ? സിഹിന് ഒരിക്കലും വാശി പിടിക്കില്ല എന്ന് എങ്ങനെയാ നിങ്ങളോട് പറയാ? അതിനിപ്പോ എന്താ മോനെ, ഞങ്ങൾ വരാം. ഇന്ന് ഏതായാലും സീതയുടെ ജന്മദിനമല്ലേ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ഇതിപ്പോ സീമോള് വാശി പിടിക്കണമെന്ന് പറഞ്ഞ അവളുടെ കൂടെ മുഴുവൻ സമയം ചെലവാക്കാൻ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്തായാലും വന്നിരിക്കും. ശരി, ഞാൻ വീട്ടിലേക്ക് വണ്ടി അയക്കാം. ആയിക്കോട്ടെ. കണ്ടോ, നമ്മുടെ സിഹിമോള് വലിയ വാശിയില്ലാന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണത്രേ. കാർ അയക്കാന്ന് പറഞ്ഞു. ആണോ? ആ. അതേതായാലും നന്നായി. എടാ, എനിക്ക് അവിടെ ആരെയും ഫേസ് ചെയ്യാൻ കഴിയില്ല സുഖ. മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഞങ്ങളുടെ സിഹിമോൾ എവിടെ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ ഞാൻ അവർക്ക് എന്ത് മറുപടി പറഞ്ഞു? എടാ, സിഹിക്ക് വയ്യ, നിങ്ങളൊന്ന് വരുമെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. പക്ഷേ അവർ സന്തോഷത്തോടെ സിഹിയെ കാണണം, അവളുടെ കൂടെ കളിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സൂര്യ പോലെ അവർക്കും പ്രായമായതാ. ഈ വിഷമമൊക്കെ എങ്ങനെ അവർ സഹിക്കുക? സിഹിയുടെ കർമ്മം ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെങ്കിലും ഉണ്ട്. പക്ഷേ സിഹിയുടെ വീട്ടിൽ നിന്നും സീതയുമില്ലല്ലോ. അതുകൊണ്ട് അവരിങ്ങോട്ട് വന്നേ പറ്റൂ. ചെറിയ പ്രായം തൊട്ട് അവരുടെ കൊച്ചുമോളെ പോലെയാ സിഹിയെ അവർ വളർത്തിയത്. അതുകൊണ്ടാ അവരെ വിളിച്ചത്.